പരിശുദ്ധ പാമ്പാടി തിരുമേനി കുന്നംകുളം ദേശത്തേക്ക് പ്ലേഗ് ബാധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കടന്നു വരികയും ദേവാലയങ്ങളിലെ നിരന്തരമായി പ്രാർത്ഥനകൾ നടത്തുകയും കുന്നംകുളം അങ്ങാടികളിലൂടെ കൊടിയും സ്ലീവായും പിടിച്ച് നടപ്പന്തലിൽ ഒരു പ്രദക്ഷിണം പോലെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് വീടുകളുടെ മുൻപിലൂടെ തിരുമേനി കടന്നുപോകുന്ന ആ ചിത്രം അന്നത്തെ ആളുകൾ പറഞ്ഞ് ഇന്നും ഞങ്ങളുടെ മനസ്സിലത് പച്ചപിടിച്ചു നിൽക്കുന്നു. പാമ്പാടി തിരുമേനി പ്രേഗിന്റെ കാലത്തോടെ വരുമ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 10-11 വയസ്സ് അന്ന് പ്രായമുള്ളൂ. അപ്പോൾ അതിന്റെ വീടിന്റെ ഈ പള്ളിപ്പള്ളിയുടെ നേരെ പറവളപ്പല വീട്ടിലത്തെ ഒരു മകനാണ് അന്ന് ഈ പ്ലേഗ് വേലും മരിക്കുകയുണ്ടായത്. അന്ന് ഞങ്ങളെല്ലാവരും സ്കൂളിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയ വീട്ടിലേക്കാണ്. അപ്പൊ വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് ഇങ്ങനെ ഭയങ്കരമായ സുഹൃത്തുക്കൾ നടന്നിട്ട് ഇവിടെ പെട്ടെന്ന് ആളുകൾ പ്ലേഗിൽ മരിച്ചിരുന്നത്. ആ സമയത്താണ് തിരുമേനി ഇവിടെ വന്നത്. ആ തിരുമേനി ഇവിടെ വന്നിട്ട് ഇവിടെ ധൂപ പ്രാർത്ഥന നടത്തി ഈ വീതികളിൽ കൂടെ എല്ലാം നടന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഇവിടെ വരുമ്പോ വലിയൊരു കൂട്ടം ഞാനും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാര്യങ്ങൾ ചെറുപ്പമായതുകൊണ്ട് മുഴുവൻ എനിക്ക് വ്യക്തമായിട്ടിപ്പോ പറയാനായിട്ട് കഴിയില്ല. എങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ തിരുമേനി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ ഭയങ്കരമായ ഒരു ജനകൂട്ടം ഈ രോഗത്തൊന്നും ഭയപ്പെടാതെ തിരുമേനിന്റെ കൂടെ എപ്പോഴും വന്നിരുന്നു. തിരുമേനി വന്ന് ഈ ധൂപപ്രാർത്ഥന നടത്തി അങ്ങനെ ഈ പള്ളിയുടെ ആ തട്ടിന്റെ മുകളിലുള്ള റൂമിലാണ് താമസിച്ചിരുന്നത്. അങ്ങോട്ട് കയറി പോകുമ്പോൾ പട്ടക്കാരോടും ശുശ്രൂഷക്കാരും കൂടെ അവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും പ്രത്യേകമായിട്ട് കരുതുകയും ചെയ്തിരുന്നു. തിരുമേനിനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട സമയത്തൊക്കെയും തിരുമേനിക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുത്താലേ എന്റെ മക്കൾ എനിക്കിപ്പോ ഒന്നും തരണ്ട, നിങ്ങൾക്കാണ് ഞാൻ തരേണ്ടതെന്ന് പറഞ്ഞിട്ട് തിരുമേനി ഞങ്ങളെ നിർബന്ധിക്കും. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചാൽ മാത്രമേ തിരുമേനി എന്തെങ്കിലും മേടിക്കാറുള്ളൂ. എന്നാൽ പലപ്പോഴും എന്തെങ്കിലും തരാതെ ഞങ്ങളെ അയക്കുന്ന തിരുമേനിക്ക് സങ്കടമായിരുന്നു. അപ്പോൾ ഒരു പഴയെങ്കിലും തന്നിട്ട് നിർബന്ധിച്ച് മേടിച്ചിട്ട് പോയുള്ളൂ. അതിനുശേഷം എന്റെ ജീവിതകാലത്ത് പലപ്പോഴും ഞാൻ പാമ്പാടിയിൽ വന്ന് തിരുമേനിന്റെ അടുത്ത് എന്റെ എല്ലാ ആവശ്യങ്ങളും ചെന്നിട്ടുണ്ട്. ഞാൻ ചെന്നുള്ള ആവശ്യങ്ങളെല്ലാം ദൈവം എനിക്ക് തിരുമേനിക്കൂടെ നടത്തി തന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന എന്റെ ഇടവകയിൽ, പ്രത്യേകിച്ച് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക, അതൊരു ഗ്രാമപ്രദേശമാണ്. ആ ഇടവകയിലെ ദേവാലയവും ദേവാലയത്തോട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളും ഒക്കെ താമസമൊക്കെ ഉണ്ടെങ്കിലും അവിടെ വെള്ളം ലഭിക്കാൻ വളരെ പ്രയാസമായിരുന്നു. ആ ദേവാലയത്തിന്റെ പരിസരത്ത് 3-4 കിണറുകൾ കുഴിപ്പിച്ചെങ്കിലും വെള്ളമില്ലാതെ എല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പരിശുദ്ധ പാമ്പാടി തിരുമേനി കുന്നംകുളത്ത് എഴുന്നള്ളി എന്ന് കേട്ടപ്പോൾ എന്റെ സ്വന്തം ഇടവകയിലെ എന്റെ പൂർവികന്മാരെ ഇക്കാര്യം പാമ്പാടി തിരുമേനി ചെന്ന് അറിയിക്കുകയും തിരുമേനി പറയുന്നിടത്ത് ഒരു കിണർ കുഴിക്കണമെന്ന് അവരെ ആലോചിച്ച് നിശ്ചയിക്കുകയും ചെയ്തു. തിരുമേനിയെ ഞങ്ങളുടെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. തിരുമേനി പള്ളി അകത്ത് വന്നു, ലുത്തിനിയ കഴിച്ചു, പ്രാർത്ഥിച്ചു, പുറത്തോട്ടിറങ്ങി കുറെ ആ നടപ്പന്തലിന്റെ കീഴിൽ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നടന്ന് ഒരു പ്രത്യേക സ്പോട്ടിൽ വന്നപ്പോൾ അവിടെ തിരുമേനി നിന്നു. എന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു പ്രത്യേക സ്ഥാനം തിരുമേനി കാണിച്ചു. അവിടെ അത് കിണർ ഒരു കുറ്റി അടിച്ച് കിണറിന്റെ സ്ഥാനം കാണിക്കുകയും ചെയ്തു. അവിടെ തിരുമേനി പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ: മക്കളെ, ഉരുണ്ട് വരണ്ട് വെള്ളം ഉണ്ടായിക്കൊള്ളും, നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ലഭിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് ദേവാലയത്തിൽ കടന്നു വന്നു. ഇതിന് ശേഷം അവിടെ കിണർ കുഴിച്ചു. 40-45 അടി താഴ്ച ചെന്നപ്പോൾ വിരിച്ച കരിങ്കൽപ്പാറ ആണ് ആ കിണറിലെ കണ്ടത്. എല്ലാവരും ദുഃഖിതരായി. വെള്ളമില്ല, ആ പരിശുദ്ധൻ കാണിച്ച സ്ഥാനത്തും വെള്ളമില്ലാത്ത ഒരു അവസ്ഥ ജനങ്ങളെ വളരെയധികം നിരാശരാക്കി. പക്ഷേ ആ സമയത്ത് അവസാനത്തെ ദിവസം
ജോലിക്കാരെ പണി അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോയതിനു ശേഷം അതിനടുത്ത് ഒരു കാപ്പിക്കട നടത്തിയിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് രാഘവൻ എന്നാണ്. അദ്ദേഹം ആ കിണറിന്റെ ചുറ്റും വന്ന് നോക്കി, ഇത്രയും മുനിവര്യനായ ഒരു പിതാവ് കിണറിന്റെ സ്ഥാനം കണ്ട് വെള്ളമില്ലല്ലോ, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കിണറ്റിന്റെ അടിയിലേക്ക് ഒരു കയറിലൂടെ ഇറങ്ങിപ്പോയി. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കയ്യില് ഇരുമ്പ് കൊണ്ട്, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഇളവാങ്ക് എന്ന് പറയുന്ന ഒരു ആയുധം കൊണ്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇറങ്ങി ആ കരിങ്കൽ പാറമേൽ മുഴുവനും ഇങ്ങനെ ധാരാളം ശബ്ദമുണ്ടാക്കി അതിന്റെ അവിടെയൊക്കെ നടന്ന്. പക്ഷെ ഒരിടത്ത് അദ്ദേഹം അതുകൊണ്ട് ഒരു ഇടി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ കല്ലിന്റെ അംശം, വളരെ ചെറുത്, അവിടെ നിന്നത് അടർന്ന് വീഴുകയും അതിലൂടെ വെള്ളം ധാരാളമായി ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. കിണറ്റിനകത്ത് നിന്ന് തന്നെ മനുഷ്യൻ ഒലിച്ചു പോവുകയും വേഗം പുറത്തോട്ട് കിണറ്റിന്റെ മുകളിലേക്ക് കയറി വന്ന് ദേവാലയത്തിൽ മണിയടിച്ച് ആളുകൾ അവിടെ ധാരാളം തടിച്ചുകൂടി. അങ്ങനെ ഒരു സംഭവം, അത് ഒരു ബാലനായിട്ട് ഞാനും പങ്കെടുത്തത് ഓർക്കുന്നുണ്ട്. ഇന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കുന്നംകുളത്തുകാർ പ്രതിവർഷം പാമ്പാടി ദേറായിലെത്തും. കുന്നംകുളത്തുകാർ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അനേകായിരങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ തിരുസന്നിധിയിലെത്തുന്നു. ആ പുണ്യവാന്റെ പ്രാർത്ഥനാ സഹായങ്ങൾക്ക് നേർച്ച കാഴ്ചകളോടെ നന്ദി പറയാൻ.